സോ ഇതൊരു മാർക്കറ്റ് ഓവർവ്യൂ വീഡിയോ ആണ്. ട്രേഡ് അനാലിസിസോ അല്ലെങ്കിൽ ട്രേഡ് റിവ്യൂ അല്ല, ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു തോട്ട്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന. ഈ ആഴ്ച ആബ്സല്യൂട്ട്ലി ക്രേസി ആയിരുന്നു. ക്രേസി എന്ന് പറഞ്ഞാൽ വ്യാഴം വെള്ളിയൊക്കെ ട്രേഡ് ചെയ്യുന്നവരെ ഞാൻ ആദ്യം നമിക്കുന്നു. നിങ്ങൾക്ക് നല്ല ട്രേഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി ഹാപ്പി ഫോർ യു. ബട്ട് ഇഫ് യു ലോസ് മണി യു ഷുഡ് ബി റീതിങ്കിങ് അബൌട്ട് ടേക്കിംഗ് ട്രേഡ്സ് ഓൺ NFP വീക്കിൽ വ്യാഴം വെള്ളി ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല എന്ന് എൻ്റെ സിസ്റ്റത്തിനകത്തുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് സെറ്റ് ഓഫ് റൂൾസ് ഞാൻ സെറ്റ് ചെയ്തതിനകത്ത് ഞാൻ ഇതുവരെ ഫോളോ ചെയ്ത് വരുന്നതിനകത്തും ഉള്ളൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് NFP വീക്കിൽ ഞാൻ വ്യാഴം വെള്ളി ട്രേഡ് ചെയ്യില്ല എന്നുള്ളത്. സോ ഈ ആഴ്ച ഞാനത് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ആഴ്ച എനിക്ക് ലൂസിങ് സ്ട്രീക്ക് ആയിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോ മെൻഷൻ ചെയ്തിരുന്നു. ചൊവ്വ ബുധൻ ട്രേഡ് എടുത്തു, ആ രണ്ടും ലോസസ് ആയിരുന്നു, 3 ലോസസ്. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. സോ ആ ലോസസ് ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആഴ്ച ശ്രമിച്ചിരുന്നെങ്കിൽ, വ്യാഴം വെള്ളി ഞാൻ ട്രേഡ് എടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ബേൺഡ് സിവിയർലി. അത്രത്തോളം ക്രേസി മാർക്കറ്റ് മൂവ്സ് ആയിരുന്നു. വ്യാഴാഴ്ചത്തെ കേസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഏഷ്യൻ സെഷനിൽ 700 പിപ്പാണ് മൂവ് ചെയ്തത്. അതിനുശേഷം അവിടുന്ന് തിരിഞ്ഞത് 1100 പിപ്പിലേക്കാണ് മാർക്കറ്റ് താഴോട്ട് ഡംപ് ചെയ്തത്. ആ ഡംപ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ റീട്രേസ് ചെയ്തത് 800 പിപ്പ്. സോ വ്യാഴാഴ്ച തീരുന്നതിന് മുന്നേ സംഭവിച്ച കാര്യങ്ങൾ. സോ ആദ്യം ഒരു 700, പിന്നെ ഒരു 1100, പിന്നെ ഒരു 800, പിന്നെ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. വെള്ളിയാഴ്ചത്തെ കേസ് വരുമ്പോഴത്തേനും ലണ്ടൻ സെഷൻ തീരുന്നിടം വരെ ഒരു ചെറിയ റേഞ്ച് ഉണ്ടാക്കി. ഏഷ്യൻ നല്ല രീതിയിൽ ഒരു ഡ്രോപ്പ് തന്നു. അതിനുശേഷം ലണ്ടൻ റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ പുൾ ബാക്ക് എടുത്തത് ഒരു 200 പിപ്പിൻ്റെ റേഞ്ച് ഉണ്ടായിരുന്നു. ലണ്ടൻ 5 മണിക്ക് തീർന്നതിന് ശേഷം 6 മണിയുടെ പുതിയ 4 hour ക്യാൻഡിൽ ഫോം ചെയ്തപ്പം മാർക്കറ്റ് ആദ്യം റാലി ചെയ്തത് 500 പിപ്പ്. അത് കഴിഞ്ഞ് ഹോൾ ഫ്രൈഡേ അല്ലെങ്കിൽ ലണ്ടൻ കഴിഞ്ഞിട്ട് ന്യൂയോർക്ക് എൻഡ് ചെയ്യുന്ന സമയം, ന്യൂയോർക്കിൻ്റെ അല്ലെങ്കിൽ ആ ഹോൾ ഡേ എൻഡ് ചെയ്തത് 1200 പിപ്പിൽ താഴോട്ട് ഡ്രോപ്പ് ചെയ്ത്. സോ അതിനകത്തൊന്നും എൻട്രി ഇല്ല. അപ്പോൾ മേളിൽ നമുക്ക് ആ ലണ്ടൻ തിരിഞ്ഞപ്പോൾ 5 മിനിറ്റിൻ്റെ ചേഞ്ച് സ്റ്റേറ്റ് തന്നു. അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാനാണെങ്കിൽ പോലും 200 പിപ്പിൻ്റെ SL വെക്കണം. 100 തൊട്ട് 200 പിപ്പിൻ്റെ SL വെക്കാതെ അതിനകത്തൊന്നും ട്രേഡ് എടുക്കാനേ പറ്റില്ല. അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ടേക്കൺ സച്ച് ട്രേഡ്സ് യു ആർ ലിറ്ററലി ഗാംബ്ലിംഗ് എന്ന് പറയും. സ്വിങ് ചെയ്യുന്നവർക്ക് ഓക്കെ ആയിരിക്കും. ഡേ ട്രേഡ് അല്ലെങ്കിൽ സ്കാൽപ്പ് ചെയ്യുന്നവരൊക്കെ അതൊരു റേഞ്ച് പിടിക്കണമെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ ക്രേസി യു ആർ. സോ ഈ ആഴ്ച പൈസ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് യു വൺസ് അഗൈൻ. ഇഫ് യു മെയ്ഡ് സം മണി ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഇഫ് യു ഫോളോഡ് യുവർ സിസ്റ്റം ഫോളോ ചെയ്യാതെ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായിട്ടും അത് ഫോളോ ചെയ്യാതെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് വർത്ത് സെലിബ്രേറ്റിംഗ്. നമ്മുടെ ജസ്റ്റ് ഒരു ലക്കിന് അത് കളിച്ച പോലെ ഇരിക്കും. സോ ദാറ്റ്സ് ലിറ്ററലി ഗാംബ്ലിംഗ്. ദാറ്റ്സ് മീനിങ് ഓഫ് ഗാംബ്ലിംഗ്. സോ ഈ ആഴ്ച പൈസ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കുക. ഇഫ് യു നീഡ് ടു ബി എൻ്ററിങ് ഇൻ സച്ച് മാർക്കറ്റ്സ് ഒന്ന് റീവാലുവേറ്റ് ചെയ്യുക. ആൻഡ് പോയ പൈസ റിക്കവർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യില്ല. ഇൻസ്റ്റൻറ്റ് നല്ലൊരു ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ആ സെറ്റ് ഓഫ് റൂൾസിനും അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനനുസരിച്ചുള്ള ട്രേഡ്സ് ഉണ്ടെങ്കിൽ മാത്രം എൻ്റർ ചെയ്യുക. പോയ പൈസയൊക്കെ നമുക്ക് പയ്യെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഒറ്റയടിക്ക് റിക്കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റിൽ പോവല്. ആൻഡ് എൻ്റെ ഓവറോൾ വീക്കിനകത്ത് ഞാൻ ആക്ച്വലി ഹാപ്പിയാണ് ഇപ്പം. കാരണം എൻ്റെ പോയ പൈസയിലല്ല, ഞാൻ എൻ്റെ സിസ്റ്റം ഫോളോ ചെയ്തു, എൻ്റെ റൂൾസ് ഫോളോ ചെയ്തു. ഞാൻ റിവെഞ്ച് അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്ത് എൻ്റെ പോയ പൈസ റിക്കവർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചില്ല എന്നുള്ള ഒരു പോസിറ്റീവ് സൈഡിൽ ഐ എം റിയലി ഹാപ്പി. സോ ഐ എം പ്രൗഡ് ടു സേ ദാറ്റ്. ഈ ആഴ്ച പോസിറ്റീവ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് ഉണ്ടായിരുന്നു. ബട്ട് I think my positive weighed more high. Yeah. Anyway, such a crazy market. And also ഇപ്പോൾ ട്രംപിൻ്റെ ടാരിഫ് റേറ്റ്സ് കൂട്ടുന്നതിനെ ചൊല്ലിയിട്ടാണ് ഇപ്പം മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് കിടന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. ട്രംപ് ടാരിഫ് ഇൻക്രീസ് ചെയ്തു. പല കൺട്രീസിനും ടാരിഫ് റേറ്റ്സ് ഇൻക്രീസ് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു ട്രേഡ് വാർ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. സോ ടാരിഫ് ട്രംപ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാക്കി കൺട്രീസും അവരുടെ ടാരിഫ് റേറ്റ് US ഗുഡ്സിനേക്കുള്ള ടാരിഫ് റേറ്റ്സ് ഇൻക്രീസ് ചെയ്യുവാണ്. ഇന്ത്യയിലാണെങ്കിലും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഇന്ത്യൻ മാർക്കറ്റും താഴോട്ട് മൂവ് ചെയ്യുന്നതിന് വൺ ഓഫ് ദ റീസൺസ് ഈസ് ട്രംപ്. ഇതിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് എന്നാന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാലും അത് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ആൻഡ് ഓൾസോ ഫെഡ് റേറ്റ്സ് ഒന്നും ഉടനെ തന്നെ കട്ട് ചെയ്യത്തില്ലെന്നാണ് ന്യൂസ് ഞാൻ കണ്ടത്. 2025 ജൂൺ വരെ ഇതേ ഫെഡ് റേറ്റ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ദാറ്റ് കുഡ് ഇൻക്രീസ് ഇൻഫ്ലേഷൻ, ദ ചാൻസസ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ US എന്ന് ഞാനിങ്ങനെ വായിച്ചിരുന്നു. സോ ഒരു 60% ചാൻസ് ഉണ്ട് US ഇൻഫ്ലേഷൻ വരാനെന്നാണ് ഡേറ്റാസ് ഞാനിന്ന് വായിച്ചതിനകത്ത് കണ്ടത്. ആൻഡ് ദിസ് മാർക്കറ്റ് കണ്ടീഷൻ ഈസ് ക്രേസി ഇനഫ്. അടുത്ത ആഴ്ച എങ്ങനെ പോകുമെന്നറിയില്ല. സോ വിൽ ബി മൈൻഡ്ഫുൾ ആൻഡ് വാച്ചിങ് ദ മാർക്കറ്റ്സ് കെയർഫുള്ളി. നല്ല ട്രേഡ്സ് അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് കാണാതെ കയറില്ല എന്നുള്ള ഡിസിഷൻ എടുക്കണം. ആൻഡ് ഓൾസോ കൺഫർമേഷൻസ് വേണം.
ഇത്രയും വലിയ എസ് എൽ വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ട്രേഡിനകത്ത് കയറാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇൻ കേസ് നമുക്കെതിരെ റിവേഴ്സ് ചെയ്താൽ വി വിൽ ലൂസ് എ ലോട്ട് ഓഫ് മണി. ക്യാപിറ്റൽ പ്രിസർവേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ സേവ് ചെയ്യുക എന്നുള്ളത് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദ കീ ഫാക്ടേഴ്സാണ്. അത് മാത്രമല്ല ട്രേഡിങ്ങിനകത്തും നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കേണ്ട ഒന്നുകൂടിയാണ് ക്യാപിറ്റൽ പ്രിസർവേഷൻ. ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ വൈപ്പ് ഔട്ട് ചെയ്യണോ അതോ അത് സേവ് ചെയ്ത് വെക്കണോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആൻഡ് ഇനിയും മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കാം. കാരണം ഇനിയും ഓരോ കൺട്രീസ്, ഇപ്പം റീസെൻ്റ്ലി ചൈന അവരുടെ ടാരിഫും കൂട്ടിയിട്ടുണ്ട് US ഗുഡ്സിനകത്തുള്ളത്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ട്രേഡ് വാർ റൈറ്റ് നൗ. എങ്ങനെ മാർക്കറ്റ് പോകുമെന്ന് പറയില്ല. ഇപ്പം US സ്റ്റോക്സ് എല്ലാം തന്നെ ബ്ലീഡ് ചെയ്യുവാണ്. സോ മാർക്കറ്റ് ഓവറോൾ മാർക്കറ്റിൻ്റെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യുകയാണ്. ദ പോസിറ്റീവ് സൈഡ് അബൌട്ട് ഗോൾഡ് ഇസ് ദാറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് താഴോട്ട് പോകുമ്പം ഗോൾഡ് റൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ വി മൈറ്റ് ഹിറ്റ് അനദർ ഓൾ ടൈം ഹൈ ദിസ് മന്ത്, ദിസ് വീക്ക് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പം ഓൾറെഡി നല്ല രീതിയിൽ റീട്രേസ് ചെയ്ത് താഴെ നിൽക്കുകയാണ്. ഒരു നിയർലി 2000 പിപ്സിൻ്റെ മൂവ്മെൻ്റ് എങ്കിലും താഴോട്ട് ഇപ്പം നിൽപ്പുണ്ടായിരിക്കും. ആൻഡ് താഴെ ഒരു വീക്ക്ലി ഫെയർ വാല്യൂ ഗാപ്പ് ഉണ്ട്. സോ ഐ എം നോട്ട് ഷുവർ, ഐ എം നോട്ട് മേക്കിംഗ് എനി പ്രഡിക്ഷൻ ഓൺ ഗോൾഡ് പ്രെഡിക്റ്റ് ചെയ്യുകയല്ല. അബ്സല്യൂട്ട്ലി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാനുള്ള ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ US സ്റ്റോക്സും ഗ്ലോബൽ മാർക്കറ്റും ഡിക്ലൈനിങ് ആണെങ്കിൽ ഗോൾഡ് ഒരു സേഫ് ഹേവൻ ആണ്. സോ പ്രൈസസ് ഉറപ്പായിട്ടും മേളിലേക്ക് കയറി പോവും. സോ യെസ്, നിങ്ങൾ ഈ ആഴ്ച ട്രേഡ് എടുത്തെങ്കിൽ നിങ്ങളുടെ ട്രേഡ്സിനെ കുറിച്ച് ഷെയർ ചെയ്യുക. വാട്ട് വാസ് ദ ഗുഡ് തിങ്സ് ദാറ്റ് യു ഡിഡ് ദിസ് വീക്ക് ആൻഡ് വാട്ട് വാസ് ദ ബാഡ് ഡിസിഷൻസ് ദാറ്റ് യു മെയ്ഡ്. റീസെൻ്റ് ആയിട്ട് എനിക്ക് കമൻസ് ആയിട്ട് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ലൂസിങ് സ്ട്രീക്ക് അല്ലെങ്കിൽ ലൂസിങ് ട്രേഡ്സിനെ കുഴപ്പമില്ല, റിക്കവർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഐ റിയലി അപ്രിഷ്യേറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ മോട്ടിവേറ്റിംഗ് മീ. സോ നമ്മൾ ട്രേഡേഴ്സിന് മിസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് മോട്ടിവേഷൻ. അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരില്ലല്ലോ എന്നുള്ളൊരു വിഷമം നമുക്കുണ്ട്. പക്ഷേ അന്നേരം ഇതുപോലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. ഐ എം റിയലി ഹാപ്പി ടു ഹാവ് യു ഓൾ ഹിയർ. എനിക്ക് മിസ്സിങ് ആയിട്ട് തോന്നിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കോഴ്സ് സെല് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡിങ് പഠിപ്പിക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ ആ ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പാർട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ആ ഒരു രീതിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറവാണ്. സോ ഐ ആം ട്രൈങ് ടു ഫിൽ ദാറ്റ് ഗ്യാപ്പ് ഹിയർ. ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ പെർഫെക്റ്റ് അല്ല. ഞാൻ ഇതുവരെ ഒരു പേ ഔട്ട് പോലും എടുത്തിട്ടില്ല. ഞാൻ പ്രോഫിറ്റബിളായി വരുന്നേ ഉള്ളൂ. കൺസിസ്റ്റൻസി എനിക്ക് കിട്ടി വരുന്നുണ്ട്. സോ പ്രോഫിറ്റബിൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, എന്താണ് പ്രോഫിറ്റബിൾ സ്റ്റേജ് എന്ന് പറഞ്ഞ്. ബട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ്, ഞാൻ പ്രോഫിറ്റബിൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ ഐ വിൽ ബി ഷെയറിങ് ഇറ്റ് വിത്ത് യു ഗൈസ് ദാറ്റ് എനിക്കൊന്ന് കൺസിസ്റ്റൻസി ആണെന്ന് തോന്നുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. 4 മാസം അല്ലെ 6 മാസം എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പ്രോഫിറ്റബിൾ മന്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഐ എം വിന്നിങ് ഇറ്റ് ഇൻ ദിസ് ഗെയിം. എനിക്കിപ്പോൾ ഒരു 52% വിൻ റേറ്റ് ഉണ്ട്. സോ ഗ്രാജുവലി ഏപ്രിൽ എൻ്റെ ആകുമ്പോഴത്തേനും ഗ്രാജുവലി അത് കൂടി കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ് സി, അടുത്ത ആഴ്ചത്തെ ന്യൂസ് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുക. ആൻഡ് ഓൾസോ ഞാൻ ന്യൂസ് വാച്ച് ചെയ്യുന്നതിനെക്കുറിച്ചും എനിക്ക് ഗ്ലോബൽ ന്യൂസസൊക്കെ കിട്ടുന്നതിനെക്കുറിച്ചും ഞാൻ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഫോറക്സ് ഫാക്ടറി മാത്രമല്ല റിലൈ ചെയ്യുന്നത്. ഞാൻ ട്വിറ്ററിനകത്ത് 2-3 അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അല്ലാത്ത ന്യൂസസ് ആണെങ്കിലും ഞാനിങ്ങനെ ജസ്റ്റ് വാച്ച് ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് അതിനകത്തോട്ട് കയറുന്നില്ലേ പോലും ഞാൻ ജസ്റ്റ് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. സോ യെസ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സോ യെസ്, പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച്. വെൻ വി ക്യാൻ ജസ്റ്റ് സീ ആൻ ഓവറോൾ പിക്ചർ. സോ എന്തെങ്കിലും മോശം ഡിസിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം അതിൽ ബാക്കിയുള്ളവർക്ക് പഠിക്കാനും നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഡു ദാറ്റ്. ആൻഡ് ഓൾസോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഗിവ് മി എ തംസ് അപ്പ്. So see you on next week. Bye.